ആരെയും നമ്മൾ കാണുന്നുണ്ടാവില്ല ഡെയിലി ലൈഫിൽ. നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന ആരെയാണ്? നമ്മൾ ഈ സെലിബ്രിറ്റിയിൽ ലൈം ലൈറ്റിൽ നിറഞ്ഞു നിൽക്കുന്നവരെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഇത് കണ്ടിട്ട് നമ്മൾ വരാൻ നിൽക്കരുത്. കൊച്ചിയിൽ തന്നെ ഊബർ ഓടിക്കുന്ന ഇഷ്ടം പോലെ സിനിമാക്കാരുണ്ട്. നമുക്ക് എന്തൊക്കെ ക്വാളിറ്റി ഉണ്ട്, നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ കഴിവുകൾ എന്നൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ ഈ പാരഡൈം എന്ന് പറയുന്ന സാധനം, അവർ മുന്നോട്ട് വെക്കുന്ന ആശയവും ഈ കമ്മ്യൂണിറ്റിയും ഇതേപോലത്തെ ആൾക്കാർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. നമസ്കാരം. പാരഡൈം തോട്ട്സിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വള എന്ന സിനിമയുടെ ഡയറക്ടർ മോഷിൻ. ആദ്യമായിട്ട് സിനിമയിലേക്ക് വന്ന സമയത്ത് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരുന്നു? ആദ്യമായിട്ട് സിനിമയിലേക്ക് വരുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ അത് എപ്പോഴാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. നമ്മൾ സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണോ അല്ലെങ്കിൽ സിനിമ ഉള്ളിൽ കയറി തുടങ്ങിയ സമയത്ത്? ആദ്യം ഫസ്റ്റ് ഡയറക്ടോറിയൽ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എന്തായിരുന്നു വെല്ലുവിളികൾ? ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ഒട്ടുമിക്ക സംവിധായകരുടെയും അയാൾ ആഗ്രഹിച്ച സിനിമയായിരിക്കില്ല ആദ്യ സിനിമ എന്ന് പറയുന്നത്. അയാൾ ആഗ്രഹിച്ചൊരു സിനിമ ഉണ്ടാവും, പക്ഷെ അതിലേക്ക് എത്താൻ അയാൾക്ക് പറ്റാത്തത് കൊണ്ട് അതിങ്ങനെ മാറ്റിവെച്ചു. പിന്നെ അയാൾ ചൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ആ സ്ക്രിപ്റ്റ് അയാൾ ചൂസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഓക്കെ എന്നാൽ പിന്നെ ഇതെങ്കിൽ ഇത് എന്ന് പറഞ്ഞിട്ട് ചൂസ് ചെയ്യുന്നതായിരിക്കാം. ഇപ്പം എൻ്റെ ഇതിലേക്ക് വരുമ്പോൾ ഒരു 3 സ്ക്രിപ്റ്റ് പിന്നിൽ മാറ്റി വെച്ചിട്ടാണ് ഞാൻ കഠിനകടോരമി അണ്ടകട എന്ന് പറയുന്ന സിനിമ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത്. അതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എക്സ്പീരിയൻസ് ഇല്ലാത്ത മനുഷ്യനാണ്. സിനിമയിൽ എനിക്ക് വേറെ ബാക്കപ്പുകളോ പരിപാടികളോ ഒന്നുമില്ല. അപ്പോൾ ആ സ്ക്രിപ്റ്റിനെല്ലാം ഭയങ്കര ബജറ്റ് ആവുന്ന സിനിമകളാണ്, മാറ്റിവെച്ച സിനിമകൾ. അപ്പം സ്വാഭാവികമായിട്ടും ആ ബജറ്റ് എന്നെ വിശ്വസിച്ച് ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഇറക്കണം എന്നുണ്ടെങ്കിൽ, ഒരു നായകൻ എനിക്ക് അതിന് ഡേറ്റ് തരണം എന്നുണ്ടെങ്കിൽ ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പം എനിക്ക് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിനിമ ചെയ്തേ പറ്റുള്ളൂ. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ, നമുക്ക് ജോലി കിട്ടിയാലല്ലേ അത് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ആ സംഗതിയുള്ളത്. അപ്പോൾ ഈ കഠിനകടോരമി അണ്ടകട എന്ന് പറയുന്ന സ്ക്രിപ്റ്റ്, അതിൻ്റെ ബേസ് ഐഡിയ എൻ്റെ മനസ്സിൽ വരുന്നു. അപ്പം ഞാനത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്നാണ് ഞാൻ അർഷദ് എന്ന് പറയുന്ന റൈറ്ററെ അപ്രോച്ച് ചെയ്യുന്നത്. മൂപ്പര് സ്ക്രിപ്റ്റ് എഴുതാം എന്ന് പറയുന്നു. അതായിരുന്നു എൻ്റെ ഏറ്റവും ആദ്യത്തെ ബലം എന്ന് പറയുന്ന സാധനം. സിനിമയ്ക്കുള്ളിൽ നിന്നൊരാൾ വരുന്നു. പക്ഷേ അപ്പോഴത്തേക്കും 2 മമ്മൂട്ടി പടം എഴുതിയിട്ടുള്ള ആളാണ്. ആ പ്രൊഫൈൽ അയാൾക്കുണ്ട്. സ്വാഭാവികമായിട്ടും എനിക്ക് ബാക്കിയുള്ളവരിലേക്ക് ഇത് എത്തിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു നടൻ അപ്രോച്ച് ചെയ്യുമ്പോഴും ഒരു പ്രൊഡക്ഷനെ പിച്ച് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഇങ്ങനെ ഒരു ബാക്കപ്പും കൂടെ ഉണ്ടാവും എന്നുള്ളത് ഒരു ബലമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഈ സാധനം ഞാൻ ഉള്ളിൽ വെക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് സക്കരിയ പ്രൊഡക്ഷൻസിൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഡീലായതായിരുന്നു, മറ്റേ സുഡാനി ഫ്രം നൈജീരിയയുടെ പ്രൊഡ്യൂസർ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് അർഷദ് വരുന്നത്. പിന്നെ അർഷദ്ക്കായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. അർഷദ് സ്ക്രിപ്റ്റ് എഴുതുന്നു, പിച്ച് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ചലഞ്ചിങ് ഫാക്ടർ പ്രൊഡ്യൂസറായിരുന്നു. അപ്പോൾ സക്കരിയ പ്രൊഡക്ഷൻ പരിപാടിയിൽ ചെയ്യാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തു. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് നടന്നിട്ടില്ല. ബജറ്റ് എത്തുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പ്രൊഡ്യൂസർ ഫൈൻഡ് ചെയ്യാൻ തുടങ്ങുന്നു. അന്ന് നായകൻ സെറ്റാണ്, പക്ഷെ പ്രൊഡ്യൂസറെ ഫൈൻഡ് ചെയ്യാൻ തുടങ്ങുന്നു. പ്രൊഡ്യൂസറെ കിട്ടുന്നില്ല. അവസാനം ഒരു പ്രൊഡ്യൂസർ ഇന്നാവുന്നു. അപ്പോൾ നായകനെ കിട്ടുന്നില്ല, നായകൻ ഒഴിവാകുന്നു. അടുത്ത നായകനെ കൊണ്ടുവരുന്നു, അപ്പോൾ ഈ പ്രൊഡ്യൂസർ പോകുന്നു. ഇങ്ങനെ ഒരു ജമ്പ് ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഏറ്റവും അവസാനം ഹാപ്പി അവേഴ്സ്, സമീർ താഹിർ, ഷൈജു ഖാലിദ് പ്രൊഡക്ഷൻസിൽ, അവരുടെ ഹാപ്പി അവേഴ്സിൻ്റെ പ്രൊഡക്ഷൻസിൽ പടം ചെയ്യാൻ തീരുമാനമാകുന്നു. അങ്ങനെയാണ് പടം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ പോകുന്നതും. ഒരു 1.5 വർഷത്തോളം ഞാൻ സമീർ ഖാൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും പിന്നെ എനിക്കിങ്ങനെ സമീർ ഖാൻ്റെ കൂടെ പടം ചെയ്യുമ്പോഴൊരു സുഖം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ച് കറക്റ്റ് ഈ പ്രീ പ്രൊഡക്ഷൻ പരിപാടി, നമ്മൾ ബേസ്മെന്റ് ഉണ്ടാക്കിയിട്ടാണല്ലോ ബാക്കിയുള്ളത് പടുത്തു വരുന്നത്. ആ ബേസ്മെന്റ് അത്രയും സ്ട്രോങ് ആക്കിയിട്ടേ സമീർ ഖാൻ ഷൈജു ഖാൻ പടം ചെയ്യാൻ ഇറങ്ങുള്ളൂ. പക്ഷെ എനിക്കെന്താ വെച്ചാൽ എനിക്ക് പെട്ടെന്ന് പടം ചെയ്യാൻ, എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. അപ്പം ഞാൻ സമീർ ഖാൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങുന്നു. ഹാപ്പി അവേഴ്സ് എന്ന് പറഞ്ഞ വലിയ പ്രൊഡക്ഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ വേറെ പ്രൊഡ്യൂസറെ കണ്ടെത്തുന്നു. എന്നിട്ട് വീണ്ടും സ്ട്രഗിൾ ചെയ്യുന്നു, നടനെ ഇന്നാക്കുന്നു. എന്നിട്ടാണ് നമ്മൾ കഠിനത്തിലേക്ക് വരുന്നത്, കഠിനം ചെയ്തു തുടങ്ങുന്നത്. അപ്പം ഇതിൻ്റെ ജേണി എന്ന് പറഞ്ഞാൽ ഒരു 1.5-2 വർഷത്തെ ജേണിയാണ് ഫസ്റ്റ് മൂവിക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ മുന്നേ ഉള്ള ജേണി വേറെ ഉണ്ട്. ഇത് സ്ക്രിപ്റ്റ് ആയിട്ടുള്ള ജേണിയാണ് ഈ 1.5-2 വർഷം എന്ന് പറയുന്നത്. അപ്പം അതേ സമയത്ത് എൻ്റെ കൂടെ
സ്ട്രോങ് പ്രൊഫൈൽ പില്ലറായിട്ട് അർഷദ് ഖാൻ എന്ന് പറഞ്ഞ റൈറ്ററും ഉണ്ട്. എന്നിട്ട് എനിക്ക് ഈ ജേണി ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും നമ്മളിപ്പം ഒരു സിനിമ പാഷനേറ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ച് അയാൾ അതിന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അയാളുടെ ലൈഫാണ്. അപ്പം നമ്മൾ ഈ ലൈഫ് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പാഷൻ്റെ പുറകെ പോകുന്നത്. അല്ലാതെ നമുക്ക് ഒന്നും ആ പാഷൻ നേടിയെടുക്കാൻ പറ്റില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നതാണ്. അപ്പോൾ ആ ലൈഫ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മളെ മനസ്സിലാക്കി നമുക്ക് ഈ പരിപാടികൾ പറ്റുമെന്ന് മനസ്സിലാക്കി നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുമെന്ന് അറിഞ്ഞിട്ട് വേണം ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ. വൺസ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര പാഷനേറ്റ് അല്ലെങ്കിൽ നമുക്കിത് പറ്റാത്ത പരിപാടികളാണെങ്കിൽ നമ്മുടെ ലൈഫ് ഇപ്പുറത്തെങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, തീർന്നുകൊണ്ടേയിരിക്കും. പാഷനിലേക്ക് എത്താനും പറ്റില്ല. രണ്ടിൻ്റെ ഇടയിൽ നമ്മൾ തോറ്റു പോകും. ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ സ്ട്രഗിൾ ഭീകരമാണ് ഫസ്റ്റ് ഫിലിം. ചില ആൾക്കാർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് ലക്കാണ് എല്ലാം, ലക്ക് ബൈ ചാൻസ് എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് അച്ചീവ് ചെയ്യാനും പറ്റും. എൻ്റെ കേസ് മാത്രമേ ഞാൻ പറഞ്ഞു. സ്ട്രഗിൾ ഓഫ് കോഴ്സ് 1.5 വർഷത്തോളം അല്ലേ? 1.5 വർഷം ഒന്നൊരു സ്ട്രഗ്ലിംഗ് പീരീഡ് അല്ല. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭാഗ്യമാണ്. 1.5 വർഷമായി ചുരുങ്ങി കിട്ടിയത് എന്നെ സംബന്ധിച്ച് ഭാഗ്യമാണ്. ശരിയാണ്. ഇനി ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എത്ര വയസ്സിലാണ് അതായത് ഈ സിനിമ എന്നുള്ളൊരു അംബീഷൻ ഇങ്ങനെ മനസ്സിലേക്ക് വന്നതും അതൊരു പ്രചോദനമായി തുടങ്ങിയത് ഇപ്പൊ തൊട്ടാണ്? പ്രചോദനം ആയി തുടങ്ങിയെന്ന് വെച്ചാൽ അതെനിക്ക് അറിയില്ല. പക്ഷെ അംബീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ശരിക്കും ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് സിനിമ ഇങ്ങനെ അത് ഓർഗാനിക്കലി ഉള്ളിലേക്ക് വന്നത്. എങ്ങനെ വന്നു, എങ്ങനെയാണ് അത്, അതിന്റെ തുടക്കം എവിടുന്നൊന്നും അറിയില്ല. കാരണം ഞാൻ വീട്ടിൽ ഒരു പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ എനിക്ക് സിനിമ കാണാനുള്ള ഒരു അന്തരീക്ഷമൊന്നുമില്ല, അല്ലെങ്കിൽ സിനിമയ്ക്ക് എതിരാണ്, ടി വിക്ക് എതിരാണ്. സ്വാഭാവികമായിട്ടുള്ള എല്ലാ ടിപ്പിക്കൽ ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയിലുള്ള സെയിം അവസ്ഥ. അപ്പൊ രാത്രി ഞാൻ ഫസ്റ്റ് ടി വി വീട്ടിലേക്ക് വാങ്ങുന്നു. വളരെ ചെറിയ ടി വി, ഒരു 14 ഇഞ്ചിന്റെ ഒരു ടി വി വാങ്ങുന്നു. അത് ഞാൻ ഗെയിം കളിക്കാനാണെന്ന് പറഞ്ഞിട്ട്, വീഡിയോ ഗെയിം കളിക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് ആ ടി വി കൊണ്ടുവരുന്നത്. പക്ഷെ രാത്രിയിലെ പരിപാടി ദൂരദർശനിൽ ആന്റിനൊക്കെ വെച്ച് ഞാൻ വെള്ളിയാഴ്ച രാത്രിയിൽ വരുന്ന സിനിമയാണ്, ഞായറാഴ്ച വൈകുന്നേരത്തെ സിനിമയാണ്. രാത്രി സിനിമ കാണുമ്പം സൗണ്ട് വളരെ കുറച്ചിട്ട് വെക്കുക, പുറത്ത് കേൾക്കരുത്. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ആ പരിപാടികളൊക്കെ ചെയ്യുക. അങ്ങനെ വന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതിനോട് ഇത്ര അധികം ഇഷ്ടം തോന്നിയിട്ടുണ്ടാവുക. കിട്ടാത്തൊരു സാധനത്തിനോടുള്ള ഒരു ആഗ്രഹം അതായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് സിനിമയ്ക്ക് ശേഷം ഇപ്പം വള സിനിമ അത്രയും കുറച്ച് നാൾ എടുത്തില്ലേ മറ്റേ ഫസ്റ്റ് മൂവിക്ക് ശേഷം സെക്കൻഡ് മൂവിക്ക്? വള പെട്ടെന്ന് ഉണ്ടായിട്ടുണ്ട്. ഷൂട്ടിംഗ് പ്രോസസ് കുറച്ച് കാലം എടുത്തിട്ടുണ്ട്. കാരണം വള ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര കഥാപാത്രം വളയാണ് അതില് അല്ലേ? അങ്ങനെ ഒരു തീം എടുക്കാനായിട്ടുള്ള ഒരു കാരണം സാധാരണ ഒരു വ്യക്തി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വെച്ചാണല്ലോ ഓൾമോസ്റ്റ് പടങ്ങൾ എടുക്കുന്നത്. ഇത് വള എന്നുള്ളതാണ്, ഞാൻ മൂവി കണ്ടിരുന്നു. സോ വളയാണ് അതിൻ്റെ അകത്ത് മെയിൻ ക്യാരക്ടർ അല്ലേ? അങ്ങനെ എടുക്കാനുള്ള ഒരു ഇത് എപ്പോഴും ഒരു ഒബ്ജക്റ്റിന്റെ മുകളിൽ പറയുന്ന സിനിമകളോട് ഒരു ഇഷ്ടമുണ്ട്. ഇപ്പം എന്നെ ഏറ്റവും ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു പടമാണ് ദ തിൻ യെല്ലോ ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പടം. അത് കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. തിൻ യെല്ലോ ലൈൻ ഭയങ്കര രസമുള്ള പടമാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള സംഗതി എന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ് എനിക്ക് ഈ ആശയം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം എനിക്ക് എന്തുകൊണ്ട് ഉള്ളിൽ തോന്നിയിട്ടില്ല എന്നുള്ള ആദ്യത്തെ തോട്ട് വന്നു. നമ്മൾ ഈ റോഡിലൂടെ ഒക്കെ ട്രാവൽ ചെയ്യല്ലേ, റോഡിന്റെ സെന്ററിൽ ഒരു വൈറ്റ് ലൈൻസ് ഇങ്ങനെ പോവാറുണ്ട്, ഇടവിട്ട് വൈറ്റ് ലൈൻസ് കണ്ടിട്ടില്ലേ, റോഡിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇതാണ് പടത്തിന്റെ ആശയം. ഒരു റോഡിൽ 100 കിലോമീറ്റേഴ്സിൽ യെല്ലോ ലൈൻസ് ഇട്ട് പോകുന്ന ഒരു 6-7 ആൾക്കാരുടെ കഥയാണ് തിൻ യെല്ലോ ലൈൻ എന്ന് പറയുന്ന പടം. വണ്ടർഫുൾ മൂവിയാണ്, ബ്യൂട്ടിഫുൾ മൂവിയാണ്. നമ്മളത് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ 7 ആൾക്കാരുടെ ജീവിതം ഇങ്ങനെ പറഞ്ഞു പോകുന്നു. അപ്പോൾ ഞാൻ ഇത്രയും വർഷമായിട്ട് എൻ്റെ റോഡിലൂടെ ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ട്, ഞാൻ ഈ വര കാണുന്നുണ്ട്. ഞാൻ എന്തിനാ ഈ വര ഉപയോഗിക്കുന്നത്? അപ്പുറത്തേക്ക് പോവാതിരിക്കാൻ. അതിന് മാത്രമാണ് ഞാൻ ആ വര ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് ഇപ്പോഴും അറിയില്ല ഇതിന്റെ ഗ്യാപ്പ് എന്തിനാണ്, ഓവർടേക്ക് ചെയ്യാനുള്ളതാണോ അല്ലേ, എനിക്കിപ്പോഴും അറിയില്ല. ഇതിന്റെ പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ട്, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ പിന്നിൽ ജീവിതങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കിട്ടുന്ന ഒരു സാധനമുണ്ട്. അത് ഇത്രയും കാലമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ സിനിമ കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലാക്കിയത്. അപ്പം ഈ വള എന്ന് പറഞ്ഞ സബ്ജക്റ്റ് അർഷദ് ഖാൻ്റെ അടുത്ത് പറയുമ്പോൾ എന്നെ ഹുക്ക് ചെയ്തിട്ടുള്ള ഫാക്ടർ അതാണ്. വള എന്നൊരു സിനിമയോ, ഭയങ്കര എക്സൈറ്റിംഗ് സാധനമായിരുന്നു എനിക്ക്. വള എന്നൊരു സിനിമ, ഓക്കെ, എന്താണ് ആ സാധനം? മൂവിയുടെ പേര് വള വെച്ചിട്ട് എന്താണ് പറയാൻ വേണ്ടി തോന്നുന്നു? നമ്മൾ ചെറുപ്പത്തിൽ ജനിക്കുമ്പോൾ മുതൽ നമ്മുടെ കയ്യിൽ വള തരും. പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ഒരു കറുത്ത വള ഉണ്ടാവും, അല്ലെങ്കിൽ കാലിലൊരു തണ്ട ഉണ്ടാവും. അപ്പൊ മുതലേ നമ്മൾ ഈ സാധനം വെയർ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ അമ്മമാര്, മുത്തശ്ശിമാര്, അല്ലെങ്കിൽ അനിയത്തിമാര്, ചേച്ചിമാര്
കുപ്പിവളകൾ, ഉത്സവപ്പറമ്പെന്ന് വാങ്ങുന്ന സാധനങ്ങൾ, ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ നിത്യജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം. ഇതിൻ്റെ പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എനിക്ക് അപ്പം ആ കഥ അല്ലെങ്കിൽ അതിൻ്റെ ത്രെഡ് കേട്ടപ്പോൾ മുതൽ എനിക്ക് വളയുടെ താളമാണ് എൻ്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്നത്. എപ്പോഴും വീട്ടിൻ്റെ ഉള്ളിലൊക്കെ ഓടിക്കളിക്കുമ്പോഴും ഒക്കെ ഈ കുപ്പിവളകളുടെ താളം, സ്വർണ്ണവളകളുടെ താളം, ഈ ഒരു താളമാണ് എനിക്ക് ഫസ്റ്റ് ഹുക്ക് ചെയ്തിട്ടുള്ള സാധനം. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇത്രയും ഭീകരമായൊരു സ്റ്റോറി അയാൾക്ക് ഒളിപ്പിക്കാൻ പറ്റിയത് അയാളുടെ ബ്രില്യൻസ് ആണ്, എഴുത്തിൻ്റെ പവറാണ്. അതാണ് ഒബ്ജക്റ്റിൻ്റെ മുകളിൽ എപ്പോഴും. ഇപ്പം ശ്രീനിവാസൻ്റെ പടമല്ലേ, അതൊരു റെഫറൻസ് ആയിട്ട് അക്ഷയ്ക്ക് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റേ മാല പണയം വെക്കുന്ന ശ്രീനിവാസൻ, ജയറാം, എനിക്ക് അതിന്റെ പേര് മറന്നു, പൊന്മുട്ടയിടുന്ന താരം. അതൊരു മാലയാണല്ലോ പരിപാടി. ജൂനിയർ മാൻഡ്രേക്ക് ഒരു തലയാണ് പരിപാടി. ഇങ്ങനെ കുറെ സിനിമകൾ വന്നിട്ടുണ്ട് മലയാളത്തിൽ. ഇത് ആ രീതിയിലല്ലാതെ ഇത് വേറൊരു സീരിയസ് മാറ്റർ പരിപാടിയിൽ പോകുന്ന ഒരു സംഗതിയായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഫസ്റ്റ് സ്റ്റോറി എഴുതിയ വ്യക്തി തന്നെയാണ് രണ്ടാമത്തേതിനും. ആ ഒരു അങ്ങനെ ഒരു സർക്കിളിൽ നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ഫ്രീ ആയിട്ട്, അതായത് ഫ്രീഡം എടുത്ത് ചെയ്യാൻ പറ്റും, എന്തൊക്കെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. സിനിമ ഒരിക്കലും ഒറ്റക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കില്ല. സിനിമ എപ്പോഴും ഒരു കളക്റ്റീവ് പ്രോസസ്സാണ്. അതിനിപ്പം നമ്മൾ ഈ ഫ്രണ്ട് സർക്കിളിന്റെ ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും, പുറത്തുനിന്ന് നമ്മളൊരു സിനിമ ചെയ്യുമ്പോഴും അതൊരു ഫ്രണ്ട് സർക്കിളായിട്ട് മാറും. അല്ലാതെ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അർഷദ് ഖാൻ എന്ന് പറയുന്ന ആൾ എൻ്റെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് അയാൾ ശരിക്കും പറഞ്ഞാൽ സ്ട്രേഞ്ചർ ആണല്ലോ. പിന്നെയാണല്ലോ ഞങ്ങൾ പരിചയപ്പെടുന്നത്, അല്ലെങ്കിൽ എഴുതാൻ തുടങ്ങിയപ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ അടുക്കുന്നതൊക്കെ. ഗോവിന്ദ് മ്യൂസിക് ഡയറക്ടർ ഇതിൻ്റെ പാർട്ടായിരുന്നു. ഇപ്പോഴും അതിൻ്റെയും മ്യൂസിക് ഡയറക്ടറാണ്, ഇതിൻ്റെയും മ്യൂസിക് ഡയറക്ടർ. ഗോവിന്ദിനെ ഞാൻ അന്ന് പരിചയപ്പെട്ടത് കൊണ്ടും അയാളുടെ ഡെപ്തും പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം എന്താണെന്നുള്ളതും അയാൾക്ക് കൃത്യമായി മനസ്സിലാവുന്നത് കൊണ്ടുമാണ് നമ്മൾ വീണ്ടും വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ക്യാമറമാൻ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച പയ്യനാണ്. ഇത് എൻ്റെ കൂടെ കോളേജ് മുതലേ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അഫ്നാസ് എന്ന് പറയുന്ന ക്യാമറമാൻ. അപ്പോൾ അയാളെയാണ് ഞാൻ എല്ലാ ആഡിനും കോർപ്പറേറ്റ് വീഡിയോസിനും ഒക്കെ വിളിക്കാറുള്ളത്. നമ്മുടെ എല്ലാ വർക്കുകളും ഓൻ തന്നെയാണ് ചെയ്യാറ്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് അവിടെ ഒരു കമ്പനിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കുന്നത് എന്തിനാ എന്ന് മനസ്സിലാവുന്ന ആളാണ് എൻ്റെ ക്യാമറമാൻ. അപ്പോൾ ഓക്കെ, ഓൻ അത് കണ്ണുവെച്ചിട്ടുണ്ട്, ഓക്കെ അപ്പോൾ അതിൻ്റെ പരിപാടി എന്താണെന്നുള്ളത് നോക്കാം. മനസ്സിൽ വിചാരിക്കുന്ന അല്ലെങ്കിൽ ഡയറക്ടറുടെ കണ്ണാണ് യഥാർത്ഥത്തിൽ ക്യാമറമാൻ, DOP. അതേപോലെ തന്നെ എഡിറ്റർ സുഹൃത്താണ്, വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ്. പക്ഷേ എഡിറ്റർക്കും എനിക്കും ഇപ്പോഴും അറിയില്ല ഞങ്ങൾ എങ്ങനെ പരിചയപ്പെട്ടതെന്നുള്ളത്. അത് ഞങ്ങൾക്കത് ആലോചിച്ചിട്ട് കിട്ടിയിട്ടില്ല. നമുക്കൊക്കെ ഒരു മൊമെൻ്റ് ഉണ്ടാവുമല്ലോ പരിചയപ്പെടാനില്ല. അപ്പോൾ ആ മൊമെൻ്റ് എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല. പക്ഷെ എവിടേക്കോ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എഡിറ്റർക്കും എന്നെ അറിയാം, എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഞാൻ പറയാൻ വേണ്ടി വിചാരിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവരെല്ലാവർക്കും ഡയറക്ടറെ കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ ആ ഡയറക്ടർക്ക് വേണ്ടൊരു സാധനം എന്താണെന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴും സിനിമയിൽ ഡയറക്ടറാണ് ക്യാമറമാനെയും എഡിറ്ററെയും ബാക്കിയുള്ള ടെക്നീഷ്യൻസിനെയൊക്കെ ചൂസ് ചെയ്യുന്നത്. അപ്പം മാത്രമേ അയാൾക്ക് അയാളുടെ കംഫർട്ട് ലെവലിൽ നിന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അറ്റ് ദ സെയിം ടൈം ഡയറക്ടർക്ക് പ്രൊഡ്യൂസർ പറയാണ് ഇന്ന ക്യാമറമാനെ വെച്ചാൽ മതി. ചിലപ്പോൾ നല്ലതായിരിക്കാം, ചിലപ്പം ഭയങ്കര ബ്രില്യൻ ക്യാമറമാൻ ആയിരിക്കാം. പക്ഷെ ഇവർ തമ്മിലുള്ള റാപ്പോ സെറ്റ് ആവണമല്ലോ. അല്ലാതെ ഒരു ഫ്രെയിം പോലും വെക്കാൻ കഴിയില്ല, ഒരു സീന് പോലും നമുക്കത് ഉണ്ടാക്കാൻ കഴിയില്ല. നമ്മൾ അടിയായിരിക്കും എപ്പോഴും. അപ്പം എപ്പോഴും ഡയറക്ടേഴ്സ് കോളാണ് ഈ പറയുന്ന എല്ലാവരും. അതെപ്പോഴും റാപ്പ് ഉള്ളവരായിരിക്കണം, പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നവരായിരിക്കണം. ഏറ്റവും ബെറ്റർ. രണ്ട് കട്ടൻ ചായ. നെക്സ്റ്റ് ഈ കഥ കേൾക്കുമ്പോൾ തന്നെ ധ്യാൻ ശ്രീനിവാസനും ലുക്മാനൊക്കെ തന്നെയായിരുന്നു മനസ്സില്. ധ്യാൻ ശ്രീനിവാസൻ കഥ കേൾക്കുമ്പോൾ ഇല്ല, കഥ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ലുക്ക് ഉണ്ടായിരുന്നു. ലുക്ക് ഒരു ക്യാരക്ടറായിട്ടുണ്ടായിരുന്നു. അത് ഏത് ക്യാരക്ടർ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്, ലുക്ക് ഒരു ക്യാരക്ടറായിട്ടുണ്ടായിരുന്നു. ധ്യാൻ ശ്രീനിവാസൻ പിന്നീട് വന്നതാണ്, ആഡ് ആയതെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ വേണമായിരുന്നു. ആൾക്കാർക്ക് കണ്ടാൽ പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് ഭയങ്കര ഒരു താലോലിക്കാൻ പറ്റുന്ന വലിയ കള്ളത്തരമൊന്നും ഇല്ലാത്ത ഒരാൾ എന്നുള്ള ഒരു ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടർ വേണമായിരുന്നു അല്ലേ. അത് ഒരു ഫസ്റ്റ് ക്ലാൻസ് എന്ന് പറയുന്ന സാധനത്തിൽ ചില വ്യക്തികളെ കാണുമ്പോൾ നമ്മൾ അയ്യോ ഇവനെന്തോ പ്രശ്നമുണ്ടല്ലോ, ഇവനെന്തോ ഉടായ്പാണല്ലോ, ഇവൻ കുറച്ച് ക്രൂക്കഡാണല്ലോ എന്നൊക്കെ തോന്നുന്ന ആ ലുക്ക് ഉണ്ടാവാതെ, എന്നാൽ അയാളുടെ ഒരു ചിരിയിൽ
ആ ക്രൂക്കഡ്നെസ്സും വയലൻസും എല്ലാം അയാളുടെ ഉണ്ടായിരിക്കണം. സൈക്കോ തരങ്ങളൊക്കെ വരുന്ന ഒരു ക്യാരക്ടർ. അങ്ങനെ അതെന്തായാലും ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാർക്കുണ്ടാവില്ലേ ഇന്ന ആളുടെ സിനിമകളോട് ഒരു ഇഷ്ടവും അങ്ങനെ എന്തെങ്കിലും. എല്ലാ സിനിമകളും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എല്ലാ പരിപാടികളും ഞാൻ കാണും. വയലൻസ് ആയാലും ആക്ഷൻ ആയാലും അഡ്വഞ്ചർ സീക്വൻസ് അങ്ങനത്തെ പരിപാടികളായാലും ഡ്രാമ ആയാലും. ഇപ്പൊ ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ. ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, എനിക്ക് എന്താ അറിയേണ്ടതെന്നുള്ളത്. ഞങ്ങൾക്ക് വർക്ക് ചെയ്തതിൽ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഏരിയ ഡ്രാമ സീക്വൻസുകൾ ചെയ്യാനാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സ്വയം. അത് ഇത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. കഠിനം കഴിഞ്ഞതിന് ശേഷമായാലും ഇപ്പോൾ വള ചെയ്ത് കഴിഞ്ഞപ്പോഴായാലും ഫാമിലി ഡ്രാമ ആ പോർഷൻ കുറച്ചും കൂടെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി ഇപ്പം ഇതിൽ ഞാൻ ആക്ഷൻ രംഗങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എത്രമാത്രം വർക്കായി എന്നുള്ളത് അറിയില്ല. എല്ലാവരും കാണുമ്പോൾ ആ മൊമെന്റിൽ ഹൈ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അടുത്ത പടം കുറച്ചും കൂടെ ഒരു സ്പോർട്സ് കാറ്റഗറിയിൽ വരുന്ന ഒരു സ്റ്റണ്ട് പരിപാടികൾ അങ്ങനത്തെ ഒരു കാറ്റഗറി ഓഫ് പടമാണ്. ലുക്മാൻ തന്നെയാണ് ഹീറോ ആയിട്ട് വരുന്നത്. ഇമ്മീഡിയറ്റ് ഉണ്ടാവും. ലുക്കിന്റെ കുറച്ച് ലൈനപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ സ്ക്രിപ്റ്റിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതൊരു സ്പോർട്സ് കാറ്റഗറിയിൽ വരുന്ന മൂവിയാണ്. അപ്പം അതും ഇതുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. കഠിന ഒരു ഇമോഷണൽ ജേണിയാണ്. ഇത് കുറച്ചും കൂടെ ഒരു മിസ്റ്ററി ഫാമിലി ഒരു സാധനത്തിലേക്ക് വന്നു വള. ഇനി അടുത്ത് അതും വിട്ടു നമ്മൾ ഡ്രാമ സീക്വൻസുകളുടെ ഡ്രാമ ഓഫ് കോഴ്സ് ഉണ്ടാവും. എല്ലാ സിനിമയിലും നല്ല ഡ്രാമ ഇല്ലെങ്കിൽ ആ സിനിമ വർക്കാവില്ല എന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്ത കുറച്ചും കൂടെ ഒരു എന്റർടൈൻമെന്റ് സാധനം തന്നെ കുറച്ചും കൂടെ ഹൈ ആയിട്ട് കുറച്ചൊരു അഡ്രിനാലിൻ റഷ് ഉണ്ടാക്കുന്ന പരിപാടികൾ ചെയ്യാം എന്നുള്ളതിലേക്കാണ് എത്തി നിൽക്കുന്നത്. പുതിയതായിട്ട് വരുന്ന അല്ലെങ്കിൽ ഡയറക്ഷൻ അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെട്ട് വരുന്നവർക്ക് എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? കാരണം പടങ്ങൾ ചെയ്ത ഒരാളാണല്ലോ. ഏറ്റവും ഫസ്റ്റ് പറഞ്ഞ സാധനം അത്. അതായത് നിങ്ങൾ പുതിയതായിട്ട് സിനിമയിലേക്ക് വരുമ്പോൾ സ്വയം ആലോചിച്ച് നോക്കുക. നിങ്ങൾ പണയം വെക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ ലൈഫിനെയാണ്. സിനിമ ഭയങ്കര എന്താ പറയുക, ഈ മിന്നാമിനിങ്ങിനെ പോലെയാണ്. ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും. നമ്മളിങ്ങനെ അടുത്തേക്ക് ചെന്നുകൊണ്ടിരിക്കും എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനം. ഭയങ്കര അട്രാക്ഷനും ഭയങ്കര ഫെയിമും എല്ലാമാണ് പുറത്തു നിന്ന് നോക്കുമ്പോൾ സിനിമ എന്ന് പറയുന്ന സാധനം. അപ്പം അതിലേക്ക് ആകർഷണം ഭയങ്കര കൂടുതലായിരിക്കും. മറ്റുള്ളവരെ ആകർഷിക്കാൻ അതിന് ഭയങ്കരമായിട്ടുള്ള കഴിവുണ്ട്. പക്ഷെ നമ്മൾ അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അത് വളരെ പെട്ടെന്നൊന്നും കിട്ടുന്ന ഒരു സാധനമല്ല എന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ലൈഫ് സ്പാൻ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും, സ്ട്രഗിൾ കൂടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ പിന്നെ നല്ല ബാക്കപ്പ് ഒക്കെ ഉള്ളൊരു ഫാമിലിയിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതിൻ്റെ ആഗ്രഹം പോലെ നീ ചെയ്യടാ എന്ന് പറഞ്ഞിട്ട് വിട്ടുകഴിഞ്ഞാൽ ഇപ്പുറത്ത് പരിപാടികളെല്ലാം സേഫ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല. നമുക്ക് എത്ര കാലം വേണമെങ്കിൽ പോവാം. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാം? ഇപ്പോൾ ഒരു 90 വയസ്സ് വരെ നമ്മൾ ജീവിക്കേണ്ടതെന്നായിരിക്കും. 89ാമത്തെ വയസ്സിലും ഞാൻ നാളെ പടം ചെയ്യും മച്ചാൻ എന്ന് പറയുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ സിനിമ ഡ്രൈവ് ചെയ്തിട്ട് അവിടെ വരെ എത്തിച്ചിട്ടുണ്ടാവും. അടുത്ത വർഷം 90ാമത്തെ വയസ്സാണ് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നാളെ ഞാനൊരു സിനിമ ചെയ്യും എന്നേ പറയുള്ളൂ മറ്റുള്ളവരുടെ അടുത്ത്. അതാണ് സിനിമ. നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് നമ്മളെ ലൈഫ് സ്പാൻ കുറഞ്ഞതൊന്നും നമ്മൾ അറിയുക പോലും ചെയ്യില്ല. അത്ര വർഷത്തോളം നമ്മൾ സിനിമേൻ്റെ ഉള്ളിൽ തന്നെ പെട്ട് കിടക്കും. അവിടെ നമുക്ക് സമ്പാദ്യം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫ് കടന്നു പോയിക്കൊണ്ടേയിരിക്കും. ഒരു സിനിമാക്കാരനെ സംബന്ധിച്ച് അയാളുടെ ഡെയിലി ലൈഫ് എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് പോകും. അയാൾക്ക് പ്രത്യേകിച്ച് വരുമാനം ഇല്ലെങ്കിലും അയാളതിങ്ങനെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ തട്ടിമുട്ടി അയാളത് കൊണ്ടുപോകും. അപ്പം അതുകൊണ്ട് ഈ ഫെയിമും ഈ പരിപാടികളും കണ്ടുവരാതെ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സിനോട് ഒരു 3-4 പ്രാവശ്യം ചോദിക്കുക, ആലോചിക്കുക, എന്നിട്ട് വന്ന് നോക്കുക. പറ്റിയില്ലെങ്കിൽ പോവുക, ലൈഫ് സെറ്റിലാക്കുക, അല്ലെങ്കിൽ ലൈഫ് പോകും. ഇതാണ് എനിക്ക് വരുന്നവരോട് പറയാനുള്ളത്. ഒരു ഈസി പ്രോസസ്സേ അല്ല. പലർക്കും ചിലപ്പോൾ ഒരു ഈസി പ്രോസസ് ആയിട്ടുണ്ടാവാം, വിരലിലെണ്ണാവുന്ന ആളുകൾക്ക് മാത്രം. അത് കണ്ടിട്ട് നമ്മൾ വരാൻ നിൽക്കരുത്. കൊച്ചിയിൽ തന്നെ ഊബർ ഓടിക്കുന്ന ഇഷ്ടം പോലെ സിനിമാക്കാരുണ്ട്. കൊച്ചിയിൽ ഊബർ ഓടിക്കുന്ന ഇഷ്ടം പോലെ സിനിമാക്കാരുണ്ട്. ഊബർ ഡ്രൈവേഴ്സ് ആക്ടിങ് പാഷനേറ്റ് ആയിട്ടുള്ള, ഡയറക്ഷൻ പാഷനേറ്റ് ആയിട്ടുള്ള, റൈറ്റിംഗ് പാഷനേറ്റ് ആയിട്ടുള്ള, എന്നെങ്കിലും ഒരു സ്റ്റാർ ഊബർ ബുക്ക് ചെയ്യുമെന്നും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡ്യൂസർ ഡയറക്ടർ എൻ്റെ വണ്ടിയിൽ കയറുമെന്നും ആഗ്രഹിക്കുന്നവരുണ്ട്. കൊച്ചിയാണ് സിനിമാ ഹബ്ബ് എന്ന് കരുതിയിട്ട് കൊച്ചിയിൽ വന്നിട്ട് രാവിലെ ഊബർ ഓടിക്കാൻ വേണ്ടി പോകും. കിട്ടുന്ന സമയത്തൊക്കെ ഡയറക്ടർ അടുത്ത് പോയി കഥ പറയും. ഇങ്ങനെ ജീവിക്കുന്നവരുണ്ട്. ഇതെല്ലാം ഒരു ലൈഫാണ്. സിനിമ ആഗ്രഹിച്ച് വന്നവരാണ്, സർവൈവ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്.
ഒരുപക്ഷെ ഇവരെ ആരെയും നമ്മൾ കാണുന്നുണ്ടാവില്ല ഡെയിലി ലൈഫിൽ. നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന ആരെയാണ്? നമ്മൾ ഈ സെലിബ്രിറ്റിയിൽ ലൈം ലൈറ്റിൽ നിറഞ്ഞു നിൽക്കുന്നവരെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അവരുടെ ജീവിതമേ നമ്മൾ കാണുന്നുള്ളൂ. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഭയങ്കര സന്തോഷം തരുന്ന സാധനം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഓൾ കേരള ഇപ്പോൾ പടം ഇന്നലെ ഇറങ്ങി, ഇന്ന് സെക്കൻഡ് ഷോ ഒക്കെ ആകുമ്പോഴത്തേക്കും ഓൾ കേരളയിൽ എല്ലാ തിയേറ്റേഴ്സുകളിലും യെല്ലോ ആയി മാറുന്നു. കഴിഞ്ഞ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തിയേറ്ററിൽ നിന്ന് ഫസ്റ്റ് ഡേ മാത്രം ഉണ്ണി വ്ലോഗ്സ് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വളരെ കുറച്ച് നല്ല അഭിപ്രായങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. തിയേറ്ററിൽ കഠിനം എന്ന് പറയുന്ന സിനിമ ഒരാഴ്ച കഷ്ടിച്ച് റൺ ചെയ്തിട്ടുണ്ടാവുള്ളൂ. കാരണം അത് തിയേറ്റർ സക്സസ് ആയ പടമേ അല്ല. OTT-ൽ ഇറങ്ങിയതിന് ശേഷമാണ് അത് സക്സസ് ആയിട്ടുള്ളത്. അപ്പൊ അന്ന് ഉണ്ടായിരുന്ന ഒരു മനോവിഷമുണ്ട്, അതിഭീകരമായ ഒരു മനോവിഷമുണ്ട്. പക്ഷെ അന്ന് അപ്പോഴും എനിക്ക് ഹാപ്പിനെസ് വന്നിട്ടുണ്ടായിരുന്നു. കഠിനം തിയേറ്ററിൽ ഇറങ്ങുന്നതിന് മുന്നേ സോണി ലീവ് വിറ്റ് കഴിഞ്ഞ പടമായിരുന്നു, ടേബിൾ പ്രോഫിറ്റ് ആയിട്ടുള്ള പടമായിരുന്നു. അപ്പൊ അത് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അയാൾ നമ്മളെ വിശ്വസിച്ച് പൈസ ഇറക്കി, അയാൾക്ക് ആ പൈസ റിട്ടേൺ ആയി എന്ന് പറയുന്നിടത്ത് നമുക്കൊരു ആശ്വാസമുണ്ട്. പക്ഷെ നമ്മൾ ആസ് എ ക്രിയേറ്റീവ് പേഴ്സൺ നമുക്ക് വേണ്ടത് എന്താ? റിസൾട്ട്. നമ്മുടെ ക്രിയേറ്റീവ് നമുക്കൊരിക്കലും ബിസിനസ്സോ പൈസയോ ഒന്നും അല്ലല്ലോ, അതൊക്കെ വേറെ പാർട്ടാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രൊഡക്റ്റിനെ ആൾക്കാർ കണ്ട് അവർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ സന്തോഷം മാത്രമാണ് നമ്മുടെ യഥാർത്ഥ റെമ്യൂണറേഷൻ, അല്ലെങ്കിൽ യഥാർത്ഥ ഇൻകം, അല്ലെങ്കിൽ സന്തോഷം എന്ന് പറയുന്ന സാധനം. അത് അന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞ് OTT-ൽ ഇറങ്ങിയപ്പോൾ ഭയങ്കരമായ അപ്രീസിയേഷൻസ് വരുന്നു, ആൾക്കാർ കരയുന്നു, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ വന്നുകൊണ്ടിരുന്നു. ഹാപ്പിനെസ്, ഓക്കെ, ഹാപ്പി മൂഡായി. ഇത്തവണ തിയേറ്ററിലേക്ക് വരുമ്പോൾ അങ്ങനെ ആവരുത്. തിയേറ്ററിൽ എന്താണ് വേണ്ടത്? അറ്റ് ദ സെയിം ടൈം സ്റ്റോറിയിൽ ഹുക്ക് വേണം, ആൾക്കാർക്ക് എൻഗേജ്ഡ് ആവണം. ഇപ്പൊ കഠിനം തന്നെ ആ പ്ലോട്ട് പോയിന്റിൽ നിന്നുകൊണ്ട് തിയേറ്ററിൽ എങ്ങനെ വർക്കാക്കിപ്പിക്കാം, തിയേറ്ററിലും കൂടെ എങ്ങനെയാണ് ആൾക്കാർക്ക് അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് ആ സമയം മുതൽ. അപ്പോൾ വളക്ക് അങ്ങനെ ഒരു വള എന്ന് പറയുന്ന ത്രെഡ് കേൾക്കുന്നു. ആ ത്രെഡിനെ നമുക്കിത് തിയേറ്ററിലും കൂടെ കളിക്കുന്ന രീതിയിലേക്ക് ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെ കൊണ്ടുവരണം, ഇതിനെ എങ്ങനെ മാറ്റണം, ഇതിനെ എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളൊരു സാധനത്തിലേക്കാണ് പിന്നെ ഞാൻ എത്തിയിട്ടുള്ളത്. അതെത്തുന്നു, എനിക്ക് അറിയുന്ന രീതിയിലേക്ക് ഞാൻ അതിനെ ഒന്ന് മോൾഡ് ചെയ്യുന്നു, തിയേറ്ററിൽ എത്തിക്കുന്നു. ഇപ്പം അതിന് റിസപ്ഷൻ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. യെസ്, പ്രത്യേകിച്ച് ധ്യാൻ ശ്രീനിവാസൻ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആസ് എ ഇന്റർവ്യൂവർ. അയാളുടെ സിനിമ കാണാൻ ആൾക്കാർ വരുന്നില്ല, കാരണം നല്ല സിനിമ കൊടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം. അത് നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോകണല്ലോ, അത് പോയി നോക്കാൻ പോലും ആളില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം എന്നെ സംബന്ധിച്ച് ധ്യാൻ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ലക്ക് ഫാക്ടറായിട്ട് എനിക്ക് തോന്നുന്നു. അത്രയും നല്ല പെർഫോമറാണ് അയാൾ. ഞാൻ എവിടെയും എങ്ങനെയും പറയും എന്നുള്ള ഉറപ്പിച്ചിട്ട് ഞാൻ നിൽക്കുന്നത്. കാരണം അയാൾ അത്രയും നല്ല പെർഫോമർ അയാൾ ഉപയോഗിച്ചാൽ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്രയും പൊട്ടൻഷ്യൽ ഉള്ള പെർഫോമറാണ് അയാൾ. അതെനിക്ക് ഷൂട്ടിംഗ് ടൈമിൽ അയാൾ കാണിച്ചു തന്ന സാധനമാണ്. ഇപ്പം വള എന്ന് പറഞ്ഞ മൂവി ഷൂട്ട് ചെയ്യാനായിട്ട് ഈ ലൊക്കേഷൻസും മറ്റുള്ള പലയിടങ്ങളിലൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത് എവിടെയാണ്? ആ ഷൂട്ട് ചെയ്യാനായിട്ട് നല്ല സ്ട്രഗിൾ ചെയ്തൊരു സ്ട്രഗിൾ ചെയ്ത പാട്ട് ഒരു സ്പെസിഫിക് സീന് എന്നൊന്നുമില്ല. നമ്മൾ ഷൂട്ടിംഗ് പ്രോസസ്സിൽ ഇപ്പോൾ ഒരു സീനിൽ നിന്ന് അടുത്ത സീനിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ഫ്ലോ എന്ന് പറയുന്നത്, ഇപ്പം അതിൻ്റെ മീറ്റർ പിടിക്കാനാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു കഷ്ടപ്പാടില്ല. നമ്മൾ ഇപ്പം ഇന്ന് ധ്യാനിൻ്റെ ഡേറ്റ് ഉണ്ട്, നാളെ ഡേറ്റ് ഇല്ല, മറ്റന്നാളെ പിന്നെ ഡേറ്റ് ഇല്ല, അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ഡേറ്റ് ഇല്ല. അപ്പോൾ ഇന്നത്തെ സീൻ ഞാൻ ചിലപ്പോൾ പകുതിയിൽ ബ്രേക്ക് ചെയ്തിട്ട് ഇട്ടതായിരിക്കും. ഇനി 10 ദിവസം കഴിഞ്ഞ് ധ്യാൻ വരുന്ന സമയത്ത് ഇതിൻ്റെ ബാക്കിയായിരിക്കും എടുക്കേണ്ടി വരാം. ഇതൊരു ഏച്ചുകെട്ടലാണല്ലോ മൊത്തത്തിൽ. അപ്പോൾ ആ 10 ദിവസം മുമ്പ് ധ്യാൻ ഏത് മീറ്ററിലാണ് പ്ലേസ് ചെയ്ത് വെച്ച് പോയിട്ടുള്ളത്, ആ മീറ്റർ തന്നെ പിടിക്കണം ഇപ്പുറത്തും, നല്ല ഈ കണ്ടിന്യൂറ്റി വർക്കാവുള്ളൂ. ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ സീനുകൾ തമ്മിലുള്ള മേർജിങ്, ക്യാരക്ടേഴ്സിൻ്റെ ഓൾ ടോട്ടൽ ട്രാവൽ, ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ഡയറക്ടറെ സംബന്ധിച്ച് ഭയങ്കര ക്രൂഷ്യൽ പോയിന്റ്. അയാൾ ആ ക്യാരക്ടർ ഏത് സ്വഭാവത്തിലുള്ളതാണ്, അപ്പോൾ അയാൾ എവിടെ നിന്ന് തുടങ്ങി എങ്ങോട്ടാണ് അയാൾ ട്രാവൽ ചെയ്യേണ്ടത്, എവിടെയാണ് അയാൾ എത്തിച്ചേരേണ്ടത്, ഇതിൻ്റെ ഇടയിൽ എവിടേക്കാണ് ബ്രേക്ക് ഉള്ളത്, എവിടെ നിന്നൊക്കെയാണ് അയാൾ സ്വിച്ച് ചെയ്യേണ്ടത്, ഇത്രയും സാധനങ്ങൾ നമ്മുടെ സിനിമയിൽ എത്ര ആർട്ടിസ്റ്റ് അഭിനയിക്കുന്നുണ്ടോ അത്രയും ആർട്ടിസ്റ്റിൻ്റെ ബിഹേവിയറൽ ചേഞ്ചസ്, അല്ലെങ്കിൽ അയാളുടെ ബിഹേവിയറൽ ട്രാവൽ എന്ന് പറയുന്ന സാധനം നമുക്ക് ബൈ ഹാർട്ട് അറിയണം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ വേണം.
അപ്പൊ നമ്മൾ ആരായി? ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു മനുഷ്യനായി. ഒരേ സമയത്ത് എൻ്റെ സിനിമയിലെ പുരുഷോത്തമൻ നായരായിട്ടും അതേ സമയത്ത് ഭാനുപ്രകാശായിട്ടും ഞാൻ ആക്ട് ചെയ്യേണ്ടി വരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനത് ആക്ട് ചെയ്യേണ്ടി വരും. എന്നിരുന്നാൽ മാത്രമേ എനിക്ക് ഈ പറയുന്ന ലുക്മാൻ്റെ അടുത്തും ധ്യാൻ്റെ അടുത്തും ആ ക്യാരക്ടർ എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ട്രാവല് കൃത്യമായിട്ടൊരു ഡയറക്ടറുടെ ഉള്ളിൽ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് ആ ക്യാരക്ടേഴ്സിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈച്ച് ആൻഡ് എവറി ക്യാരക്ടേഴ്സ്. അതായത് ഒരു ചെറിയ ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും ഒരു സീനിൽ വന്നു പോകുന്ന ആർട്ടിസ്റ്റിന് പോലും ആ വാല്യൂ നമ്മൾ കൊടുക്കണം എന്നുള്ള. കാരണം അയാൾക്കും നമ്മളൊരു സ്റ്റാർട്ടും എൻഡും ഉണ്ടാക്കണം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന അപ്പുറത്തിരിക്കുന്ന ക്യാമറമാനാണ്, നമ്മൾ രണ്ടുപേരുമാണ് സംസാരിക്കുന്നത്, നമ്മളാണ് ലൈറ്റിലേക്ക് വരുന്ന, ലൈം ലൈറ്റിലേക്ക് വരുന്ന, ചായ കൊണ്ടുവരുന്ന ആൾ. അയാൾക്കും നമ്മൾ ക്യാരക്ടർ ഉണ്ടാക്കണം. അപ്പുറത്തൂടെ പാസ് ചെയ്ത് പോയിട്ടേ ഉണ്ടാവുള്ളൂ, പക്ഷെ നമ്മൾ ക്യാരക്ടർ ഉണ്ടാക്കണം. അല്ലെങ്കിൽ നമ്മൾ വെറുതെ പ്ലേസ് ചെയ്ത ഒരാൾ മാത്രമായി മാറും. അത് കാണുന്ന ഓഡിയൻസിനെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു കല്ലുകടി വരാൻ സാധ്യതയുണ്ടാവും. GCC ഷൂട്ട് ചെയ്തില്ലേ? അപ്പം അവിടെ എന്തെങ്കിലും സ്ട്രഗിളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ? കാരണം നമ്മള് ഷൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്കൊരു വേറൊരു നാട്ടിലേക്ക് പോയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അവിടെ ഉണ്ടായ സ്ട്രഗിൾ എന്തെങ്കിലും ഉണ്ടോ? സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രോപ്പർ പേപ്പേഴ്സും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഷൂട്ടിംഗ് ഒക്കെ ഓക്കെയാണ്, ഈസിയാണ്. പിന്നെ ഞങ്ങൾ ഷൂട്ട് ചെയ്ത ഒമാൻ എന്ന് പറഞ്ഞാൽ അത്ര ഷൂട്ടിംഗ് ഫ്രണ്ട്ലി അല്ല. ആളുകൾക്ക് ക്യാമറ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊന്നും അവർക്ക് അറിയില്ല. അവിടെ സീരിയലുകൾ കുറച്ചധികം ഉള്ളത്. സിനിമ എനിക്ക് തോന്നുന്നു വളരെ കുറവാണ്. ഒമാൻ സിനിമകൾ കുറവാണ്, സീരിയലുകളാണ് കൂടുതലുള്ളതെന്നാണ് എൻ്റെ ഒരു തോന്നൽ, അതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേണ്ടതൊരു ഭയങ്കര ഹെറിറ്റേജ് സ്പേസ് അല്ലെങ്കിൽ ഒരു പുരാതനമായിട്ടുള്ള സാധനമായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ അത് ഒമാനിലെ നിസ്വ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയത്. അതിപ്പോൾ ഒരു ടൂറിസ്റ്റ് സ്പേസ് ആണ്, പക്ഷെ എന്നിരുന്നാലും നിസ്വയിലെ ബിൽഡിങ്ങുകളും നിസ്വയിലെ വഴികളും ഒക്കെ ഭയങ്കര അത്രയും വർഷം പിന്നിലുള്ള സാധനങ്ങളായിട്ടാണ് നിൽക്കുന്നത്. പുരാതന ബിൽഡിങ്ങുകളും പുരാതന പരിപാടികളുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കൊണ്ടുപോയിട്ട് ക്യാമറ വെക്കുമ്പോൾ ആൾക്കാർക്ക് എന്താണത് എന്ന് പറയുന്നൊരു നോട്ടവും സാധനങ്ങളും ഉണ്ട്. അതിന് നമ്മളൊന്ന് ജെല്ലയിപ്പിക്കണം. ഈ ആളുകളോട് സംസാരിച്ചിട്ടും ഫ്രണ്ട്ലിയാണ് ആൾക്കാർ, പ്രശ്നമൊന്നുമില്ല. അത് സംസാരിച്ച് ജെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്, ഷൂട്ടിംഗ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് അതങ്ങനെ പോവാം. പക്ഷെ കുറേ സമയം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഷൂട്ടിംഗ് ഫ്രണ്ട്ലി അല്ലാതെ മാറുകയും ചെയ്യും. അത്രേ ഉള്ളൂ. നമുക്ക് അവിടുന്ന് അത്യാവശ്യം നല്ല ഇബ്രാഹിം അൽ ബലൂഷി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ, അവിടുത്തെ സീരിയൽ ആക്ടറാണ്. അയാളാണ് നമ്മളിൽ ഈ താലിബ് എന്ന് പറയുന്ന അറബിക് കഥാപാത്രം അഭിനയിച്ചിട്ടുള്ളത്. ഗംഭീര പെർഫോമൻസ് ആണ്, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. അയാളുടെ ചില നോട്ടങ്ങൾ, ചില ജസ്റ്റേഴ്സ് വൻ ഫീലാണ്. അന്നേ അയാൾ വൻ പൊളിയാണ്. ഡയലോഗ്സിന് നാച്ചുറൽ ടോൺ കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? നാച്ചുറൽ ടോൺ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കഥാപരിസരം ഏതാണ്, നമ്മുടെ കഥ നടക്കുന്ന സ്പേസ് ഏതാണ്, ഈ സാധനങ്ങൾ ആദ്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്യാരക്ടറിനെ അതിലേക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പം ട്രിവാൻഡ്രം സൈഡിലുള്ള ഒരാളെയാണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത്, പക്ഷെ എറണാകുളത്താണ് കഥ നടക്കുന്നത്. എറണാകുളം സ്ലാങ് നമുക്ക് കിട്ടണം. അയാൾ എറണാകുളം പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ അയാളെ കൊണ്ട് നമ്മൾ എറണാകുളം സ്ലാങ് ഡയലക്റ്റ് പിടിക്കണം, അയാൾക്ക് പിടിക്കാൻ പറ്റണം. ഇനി അയാൾക്കത് പിടിക്കാൻ പറ്റുന്നില്ല, പക്ഷെ അയാളെ തന്നെ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഒപ്പിച്ചിട്ട് ചില സാധനങ്ങളുണ്ട്. ഇപ്പം യൂസേജുകൾ, ഇപ്പം നിങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ, ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവാം, നിങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ എനിക്കും കിട്ടുന്നുണ്ടാവും. ഞാൻ യൂസ് ചെയ്തതിൽ ഇങ്ങള് എന്നാണ് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ യൂസേജാ ഇങ്ങള്. ഒരുപക്ഷെ ഒരിക്കലും നീ അത് പറയൂല, ഇങ്ങള് എന്നുള്ള യൂസേജ് ഉപയോഗിക്കൂല. അപ്പൊ ഇങ്ങളൊരു യൂസേജാണ്. ഇത്തരം യൂസേജുകൾ, ഇത്തരം വേർഡ്സുകൾ നമ്മൾ എന്താക്കുക, കൊണ്ടുവരാം, ഡയലോഗ്സിൽ കൊണ്ടുവരാം. കംപ്ലീറ്റ് അയാൾക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇത്തരം യൂസേജുകൾ കൊണ്ടുപോകാം. ആ നാട്ടിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന, കേട്ടാൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന യൂസേജുകൾ കൊണ്ടുവന്നിട്ട് ഡയലോഗ്സിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിടാം. എന്നിട്ട് നമ്മൾ അയാളെ കൊണ്ടത് പറയിപ്പിക്കാം. ഡബ്ബിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഈ യൂസേജുകളെ കൃത്യമാക്കുക, ഡബ്ബിങ്ങിൽ പണിയെടുക്കുക. അതായത് നിങ്ങൾക്ക് ആ ക്യാരക്ടർ നിർബന്ധമാണെങ്കിൽ ആ ആർട്ടിസ്റ്റിനെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾക്ക് നാച്ചുറൽ ടോണിൽ അല്ലെങ്കിൽ ഒരു സ്പേസിൽ നിന്നുകൊണ്ട് അത് ആ കഥ സംസാരിക്കുകയും വേണം എന്നുണ്ടെങ്കിൽ, മാറ്റാനും പറ്റാത്ത അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഇതാണ് അതിനൊരു വഴി. അല്ലെങ്കിൽ പിന്നെ ഇയാൾക്ക് സമയം കൊടുത്തിട്ട് അയാളോട് ആ ഡയലക്റ്റ് പഠിച്ചു വരാൻ വേണ്ടി പറയാം. അത്രയധികം ഫ്ലുവൻ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാലും അയാൾക്ക് എന്താക്കാം, അവിടെ പെർഫോം ചെയ്യാം. അപ്പോൾ എപ്പോഴും ഒരു നാച്ചുറൽ ടോൺ കിട്ടണമെങ്കിൽ നമ്മൾ നമ്മുടെ ചുറ്റുപാട് എന്താണെന്നുള്ളത് കൃത്യമായി അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും.
പണ്ടത്തെ സിനിമകളിലെല്ലാം ഒരു നാച്ചുറൽ ടോൺ ഒന്നുമില്ല. തിരുവിതാംകൂർ ഭാഷ എന്താണോ അങ്ങനെയാണ് പണ്ടത്തെ സിനിമകളെല്ലാം സംസാരിച്ചിട്ടുള്ളത്. ഒരു പിന്നീട് വന്ന സിനിമകളാണ് നമ്മൾ കോട്ടയം സംസാരിക്കുന്നു, അല്ലെങ്കിൽ കാസർഗോഡ് സംസാരിക്കുന്ന സിനിമകൾ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു. ആ ഭാഷ അല്ലെങ്കിൽ ആ ഡയലക്റ്റ് നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് ആൾക്കാർ അതിൽ ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആയി കേട്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫണ്ണുകൾ വർക്കാവാൻ തുടങ്ങി. അപ്പം പൊതുവാളുടെ സിനിമകൾ കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്ന സിനിമകളാണ്. അപ്പോൾ ആ സിനിമകളിൽ അയാൾ ഉപയോഗിക്കുന്ന ആ ഡയലക്റ്റും ആ ലാംഗ്വേജിൻ്റെ സ്പേസും അയാൾ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ താൻ പോയി കേസോട് കൃത്യമായിട്ട് അയാൾ ആ സാധനത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്ത് ബഗിട പറയണമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് തന്നെ ഒരു ജഡ്ജിയാണ് ചോദിക്കുന്നത്, ബഗിടത്തരം പറയില്ലേ എന്ന് പറയുമ്പോൾ തന്നെ ആ സാധനം മൊത്തത്തിൽ തിയേറ്ററിനെ ഇളക്കുന്നുണ്ട്. ഇത് നമ്മൾ ഒരു ലൊക്കേഷൻ ഫിക്സ് ചെയ്തിട്ട് കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് നമുക്ക് എന്താക്കാം, ഒരു പരിധി വരെ നാച്ചുറൽ ടോണിലേക്ക് അല്ലെങ്കിൽ നാച്ചുറൽ എന്ന് പറയുന്ന സാധനത്തിലേക്ക് നമുക്ക് എത്തിക്കാം ആർട്ടിസ്റ്റിനെ. അപ്പോൾ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവര് ഷോർട്ട് ഫിലിംസ് ഒക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പം അത് എത്രത്തോളം ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് ഇതിനെ യൂസ് ചെയ്യാൻ നമുക്ക് പറ്റും, അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? ഓഫ് കോഴ്സ് അങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ആദ്യം ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് ഷോർട്ട് ഫിലിംസ് എന്ന് പറയുന്നത്. അയാൾക്ക് അതിനുള്ള അയാൾ അതിന് കേപ്പബിൾ ആണോ, അയാൾക്ക് അതിനുള്ള എബിലിറ്റി ഉണ്ടോ എന്നൊക്കെ നമുക്ക് സെൽഫായിട്ട് തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ സെൽഫായിട്ട് തന്നെ നമുക്കത് ഒരു സ്റ്റഡി സാധനമാക്കി മാറ്റാവുന്ന സാധനമാണ് ഷോർട്ട് ഫിലിംസ് ഒക്കെ. എന്നിട്ടൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്താൽ മതി നമ്മൾ സിനിമയിലേക്ക് വരണം വേണ്ടതെന്നുള്ളത്. നമ്മുടെ കഴിവിന് പ്രൂവ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഞാൻ ഇതിനെ വിശ്വസിക്കുന്നത്. ഇപ്പോൾ പ്രാവൻകൂടി ഷാപ്പ് റീസെൻറ്റ് ടൈമിൽ ഇറങ്ങിയിട്ടുള്ള ഒരു പടം, അതിൻ്റെ ഡയറക്ടർ ആർട്ടിസ്റ്റിനെ ഇന്നാക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെ അയാൾക്ക് അങ്ങനെ ഒരു മൂവിയിലേക്ക് വരാൻ പറ്റുന്നതും അയാൾ അതിന് തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ള അയാളുടെ ഏറ്റവും ബ്രില്യൻ വർക്ക് ആയിട്ടുള്ള ഷോർട്ട് ഫിലിംസിൽ നിന്നാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് പല ആക്ടേഴ്സും ഉണ്ടാവുന്നത്. ലുക്മാൻ കിട്ടോ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിൽ നിന്നാണ് ലുക്മാൻ എന്ന് പറയുന്ന നായകനിലേക്ക് എത്തുന്ന നായകനിലേക്ക് എത്തുന്നത്. അതിൻ്റെ പിന്നിൽ ഷോർട്ട് ഫിലിം ചെയ്തു എന്ന് വിചാരിച്ച് അടുത്ത ദിവസം തന്നെ പോയിട്ട് അയാൾ നായകനാവുകയല്ല ചെയ്യുന്നത്. അതിനൊരു ഗ്രാജുവൽ ഒരു ഒരു ഗ്രോത്ത് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്ട്രഗിൾ ഉണ്ട്, അല്ലെങ്കിൽ അയാളുടെ ഒരു ജേണി ഉണ്ട്, അതിനുവേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെൽഫായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഈ ഷോർട്ട് ഫിലിംസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മ്യൂസിക് വീഡിയോസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ആക്ച്വലി നമ്മളെ ഒരു CV പോലെയാണ്, കരിക്കുലം വൈറ്റ പോലെയാണ്. നമുക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ക്വാളിറ്റി ഉണ്ട്, നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ കഴിവുകൾ എന്നൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ ഈ പാരഡൈം എന്ന് പറയുന്ന സാധനം അവർ മുന്നോട്ട് വെക്കുന്ന ആശയവും ഈ കമ്മ്യൂണിറ്റിയും ഇതേപോലത്തെ ആൾക്കാർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഒരു സിനിമ ചർച്ച ചെയ്യുന്ന ഇടം ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള പരിപാടിയല്ലേ. ഇപ്പം നമ്മൾ ചായക്കടകളിൽ നിന്ന് മദ്രാസിൽ ചെന്നൈയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ചായക്കടകളിലാണ് സിനിമ സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ആ ഇടം ഇതേപോലത്തെ ഇപ്പോൾ ഇവിടെ നമ്മൾ ചായക്കട ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ നിന്നാണ് നമ്മൾ സിനിമ സംസാരിക്കുന്നത്. അപ്പുറത്ത് നമുക്കൊരു സ്പേസ് ഉണ്ട്, അവിടെ ഇരുന്ന് സിനിമ സംസാരിക്കാൻ വേണ്ടിയിട്ട് 24 hours ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു സംഗതി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിനെ വളർത്തുന്നു. ഇതൊരു ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഭയങ്കര എന്താ പറയുക, നമ്മളിങ്ങനെ ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയുന്ന സാധനം. അപ്പോൾ ഇതൊരു കളക്റ്റീവാവും. നമുക്ക് അവിടേക്ക് വരുന്ന, നമുക്ക് സ്വന്തമായിട്ട് തന്നെ സിനിമ ചെയ്യാൻ പറ്റുന്ന എല്ലാ സോഴ്സുകളും അവിടെ ഉണ്ടായി തുടങ്ങും. ക്യാമറമാൻ ഉണ്ടാവും, റൈറ്റർ ഉണ്ടാവും, ഡയറക്ടർ ഉണ്ടാവും, ആക്ടേഴ്സ് ഉണ്ടാവും, മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടാവും. ഇതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇങ്ങനെ വളർന്നു വരും. അപ്പോൾ പാരഡൈം മുന്നോട്ട് വയ്ക്കുന്ന ഈ സാധനം എനിക്ക് ഭയങ്കര എൻ്റെ ഒക്കെ ഉള്ളിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഒരു സംഗതിയാണ്, ഇങ്ങനത്തെ ഒരു സ്പേസ് എന്ന് പറയുന്ന സാധനം. അതിന് അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവുള്ളൂ. വളയുന്ന സിനിമ ഇപ്പം തിയേറ്ററുകളിലൊക്കെ ഇങ്ങനെ സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും തിരക്കുള്ള സമയത്ത് ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾക്ക് വേണ്ടി സമയം തന്നതിന് വളരെ സന്തോഷമുണ്ട്. സിനിമയെ പറ്റി എന്താണ് പറയാൻ? സിനിമ തിയേറ്ററിൽ ഇപ്പം വളരെ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നറിയുന്നതിൽ ഭയങ്കര സന്തോഷം. ഇനി വരും ദിവസങ്ങളിൽ ഇനിയും ആൾക്കാർ കയറാൻ ഒരു ധ്യാൻ ലുക്മാൻ പടമാണ്. അപ്പം തിയേറ്ററിലേക്ക് പോകാൻ മടിക്കണ്ട, എല്ലാവരും പോയി കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയാം. സന്തോഷം.